പാകിസ്ഥാന്റെ പ്രതിരോധ മേധാവിയായി ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യ പ്രസംഗത്തിൽ തന്നെ ഇന്ത്യക്ക് നേരെ ഭീഷണി സന്ദേശവുമായി പാക് ഫീൽഡ് മാർഷൽ അസീം മുനീർ. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമുണ്ടായാൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും കൂടുതൽ വേഗതയേറിയതും കഠിനവും തീവ്രവുമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് അസീം മുനീറിന്റെ മുന്നറിയിപ്പ്. പാകിസ്ഥാൻ സമാധാനപരമായി മുന്നോട്ട് പോകുന്ന രാജ്യമാണെന്നും അതേസമയം രാജ്യത്തിന്റെ പ്രാദേശിക സമഗ്രതയെയോ പരമാധികാരത്തെയോ പരീക്ഷിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മുനീർ വ്യക്തമാക്കി. സായുധ സേനാ അംഗങ്ങളോട് സംസാരിക്കവെയായിരുന്നു മുനീറിന്റെ പ്രകോപനപരമായ പരാമർശം. പാകിസ്ഥാന്റെ പുതിയ പ്രതിരോധ സേനാ മേധാവിയായി ചുമതലയേറ്റതിന് പിന്നാലെയായിരുന്നു അസീം മുനീറിന്റെ ഭീഷണി. ഏതെങ്കിലും ആക്രമണം ഉണ്ടായാൽ പാകിസ്ഥാന്റെ പ്രതികരണം ഇതിലും വേഗതയുള്ളതും തീവ്രവുമായിരിക്കില്ല എന്ന മിഥ്യാധാരണ ഇന്ത്യ വെച്ച് പുലർത്തരുതെന്നായിരുന്നു അസീം മുനീറിന്റെ വാക്കുകൾ. കഴിഞ്ഞ ആഴ്ചയാണ് മുനീർ പാകിസ്ഥാന്റെ 3 പ്രതിരോധ സേനകളുടെ മേധാവി എന്ന പുതിയ സ്ഥാനം ഏറ്റെടുത്തത്. രാജ്യത്തിന്റെ ആദ്യത്തെ CDF ആയി നിയമിതനായതിന് പിന്നാലെ തന്നെ ആദരിക്കുന്നതിനായി സംഘടിപ്പിച്ച ചടങ്ങിൽ സായുധ സേനാ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുകയായിരുന്നു അസീം മുനീർ. പാകിസ്ഥാനെയാണോ തെഹ്രീകെ താലിബാൻ പാകിസ്ഥാനെയാണോ വേണ്ടതെന്ന് കാബൂളിലെ ഭരണകൂടത്തിന് തീരുമാനിക്കാം. അങ്ങനെ ഒരു തീരുമാനമെടുക്കാതെ അവർക്ക് വഴിയില്ലെന്നും അസീം മുനീർ പറഞ്ഞു. തെഹ്രീകെ താലിബാൻ പാകിസ്ഥാനെ പാക് ഭരണകൂടം നേരത്തെ ഫിത്ന അൽ ഖവാരിജ് അഥവാ രാജ്യദ്രോഹികളായ വിഘടനവാദികളായി പ്രഖ്യാപിച്ചിരുന്നു. പുതിയ സ്ഥാനലബ്ധിയെ ചരിത്രപരമെന്നാണ് മുനീർ വിശേഷിപ്പിച്ചത്. മാറിവരുന്ന ഭീഷണികളുടെ സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ 3 സേനാ വിഭാഗങ്ങളുടെയും ഫലപ്രദമായ ഏകോപനത്തിന് ഡിഫൻസ് ഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് സുപ്രധാന പങ്ക് വഹിക്കുമെന്ന് ആദ്യ CDF ആയ മുനീർ പറഞ്ഞു. ചടങ്ങിൽ പാകിസ്ഥാന്റെ കരസേന, നാവികസേന, വ്യോമസേന വിഭാഗങ്ങളിൽ നിന്നുള്ളവർ മുനീറിന് ഗാർഡ് ഓഫ് ഓണർ നൽകി. പുതുതായി സ്ഥാപിച്ച പ്രതിരോധ സേനാ ആസ്ഥാനം ചരിത്രപരമായ മാറ്റത്തിന്റെ പ്രതീകമാണെന്ന് മുനീർ പറഞ്ഞു. വളരുന്നതും മാറിക്കൊണ്ടിരിക്കുന്നതുമായ ഭീഷണികളെ അഭിമുഖീകരിക്കുമ്പോൾ 3 സേനകളുടെയും ഏകീകൃത സംവിധാനത്തിന് കീഴിൽ ബഹുമുഖ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓരോ സേനയും അവരുടെ പ്രവർത്തന സന്നദ്ധത നിലനിർത്തുമെന്നും പ്രതിരോധ സേനാ ആസ്ഥാനം സേനകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ സഹീർ അഹമ്മദ് ബാബർ സിദ്ദു, നാവികസേനാ മേധാവി അഡ്മിറൽ നവീദ് അഷ്റഫ് എന്നിവരടക്കം 3 സായുധ സേനകളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷങ്ങളെക്കുറിച്ച് സംസാരിച്ച മുനീർ അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തിന് വ്യക്തമായ സന്ദേശം നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. വർദ്ധിച്ചു വരുന്ന ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ 3 സേനകളും ഏകീകൃത സംവിധാനത്തിന് കീഴിൽ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നും ചടങ്ങിനിടെ മുനീർ പറഞ്ഞു. സംയുക്ത സൈനിക മേധാവി സ്ഥാനത്തിന് പുറമെ രാജ്യത്തിന്റെ ആണവായുധങ്ങളും മിസൈൽ സംവിധാനങ്ങളും കൈകാര്യം ചെയ്യുന്ന നാഷണൽ സ്ട്രാറ്റജിക് കമാൻഡറിന്റെ മേൽനോട്ടവും അസീം മുനീറിനാണ്. കഴിഞ്ഞ മാസമാണ് 27ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ പാകിസ്ഥാൻ CDF ആയി അസീം നിയമിതനായത്. ട്രംപിന്റെ പ്രിയപ്പെട്ട ഫീൽഡ് മാർഷൽ എന്നറിയപ്പെടുന്ന മുനീറിന്റെ അധികാരം ഇനി മുതൽ എല്ലാ സായുധ സേനകളിലേക്കും അങ്ങനെ വ്യാപിക്കുകയാണ്. ഒരു ഭരണഘടനാ ഭേദഗതിയുടെ പ്രോസിക്യൂഷനിൽ നിന്ന് പോലും ഇയാൾക്ക് ആജീവനാന്ത പരിരക്ഷയും ലഭിക്കുന്നു. 1973 എഴുതപ്പെട്ടതു മുതൽ പാകിസ്ഥാൻ ഭരണഘടനയ്ക്ക് നിരവധി തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ ഭരിച്ചിരുന്ന സൈനിക മേധാവികൾ പലപ്പോഴും തങ്ങളുടെ സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇതിൽ നിരവധി ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 15 വർഷമായി പുറമെയെങ്കിലും പാകിസ്ഥാൻ ഒരു ജനാധിപത്യ സർക്കാരാണെന്ന ധാരണ ലോകത്തിന് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ പാർലമെന്റിൽ അസീം മുനീറിന് സർവ്വാധികാരങ്ങളും നൽകുന്ന 27ാം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കിയതോടെ രാജ്യം വീണ്ടും സൈന്യത്തിന്റെ ആധിപത്യത്തിലേക്ക് പോകും എന്ന കാര്യവും ഉറപ്പാണ്. സർക്കാരിന്റെ വിമർശകരും ഭരണഘടനാ വിദഗ്ധരുമെല്ലാം ഇതിനെ പാകിസ്ഥാന് മേൽ സൈനിക ആധിപത്യം ശാശ്വതമായി ഉറപ്പിക്കുന്ന ഭരണഘടന അട്ടിമറിയെന്നാണ് വ്യാപകമായി വിശേഷിപ്പിച്ചത്.